വിധു വിനോദ് ചോപ്രയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഏറ്റവും വലിയ ഹിന്ദി ചിത്രമാണ് 12th ഫെയിൽ. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി. ജം ഓഫ് എ നൈറ്റ് എന്ന് പറയാം. കിടിലൻ സാധനമാണ്. ഒരിക്കലും നിങ്ങൾ ഈ സിനിമ മിസ്സാക്കരുത്. 12th പോലും പാസ്സാവാത്തൊരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഒരു IPS ഓഫീസറായിട്ട് മാറിയത് എന്ന് പറയുന്ന ഒരു ബയോപിക്കാണ്. മനോജ് കുമാർ ശർമ്മ എന്ന വ്യക്തിയുടെ ഒരു ബയോപിക്കാണ് ഈ ഒരു പടം. ആൻഡ് ഇതൊരു നോർമൽ ബയോപിക് അല്ല. ഇതിപ്പോൾ ഒരു മോട്ടിവേഷണൽ അല്ലെങ്കിൽ ഇൻസ്പിറേഷണൽ ടെയിൽ തന്നെയാണ്. ഇപ്പോൾ ഈ കാര്യം നമുക്കറിയാം, ഇദ്ദേഹം ഒരു IPS ഓഫീസർ ആവും. പക്ഷെ അതിലേക്കുള്ള ഒരു ജേണി, അതിനിടയിൽ നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിൽ ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ വർക്ക് ചെയ്ത് പഠിച്ച് അല്ലെങ്കിൽ എല്ലാ ഇന്ത്യക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട്. എല്ലാവർക്കും മോട്ടിവേഷൻ നൽകുന്ന, ഇത് നമ്മളിപ്പോൾ ഒരു തളർന്നു കിടക്കുന്ന ഒരാൾ ചിലപ്പോൾ ഇത് കണ്ട ചാടി എണീക്കും. ആ രീതിക്ക് അത്രയധികം മോട്ടിവേഷൻ നൽകുന്ന ഒരു പടമാണ്. ആൻഡ് ഇതൊരു മോട്ടിവേഷന് വേണ്ടി മാത്രം കാണുക എന്നല്ല ഞാൻ പറയുന്നത്. ഇറ്റ്സ് എ സിനിമാറ്റിക് മേക്കിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു സിനിമാറ്റിക് അപ്രോച്ചിൽ ഈ സിനിമ എക്സെപ്ഷണലാണ്. സിനിമ ലവേഴ്സ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കാണേണ്ട ഒരു പടം തന്നെയാണ്. സിനിമ ലവേഴ്സ് മാത്രമല്ല, എല്ലാവർക്കും കാണാം. കാരണം ഇതിൽ പറയുന്ന കാര്യങ്ങൾ, ഇതിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ പോയാലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വഴി കൂടെ പോയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഇത് ഒരാളുടെ കഥയല്ല, 1 മില്യൺ ആൾക്കാരുടെ കഥയാണെന്ന് പറയാം. ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക എല്ലാവരുടെയും കഥയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചെറുപ്പക്കാരുടെ കഥയാണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ് എന്ന് തന്നെയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ആൻഡ് എക്സെപ്ഷണൽ ആയിട്ടുള്ള മേക്കിംഗ് ആണ്, കിടിലൻ ആക്ടിംഗ് ആണ്. പ്രത്യേകിച്ച് ആ മെയിൻ 2 കാസ്റ്റ്, അതായത് മനോജ് കുമാർ ശർമ്മയായിട്ട് വന്നിട്ടുള്ളതും വിക്രം മെസ്സിയും ശ്രദ്ധ ജോഷി എന്ന ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുള്ള മേധാ ശങ്കർ ഒളിച്ചിട്ടുണ്ട്. രണ്ടുപേരും ഒരു രക്ഷയില്ലാത്ത അഭിനയം. വിക്രാന്തിനൊക്കെ കരിയർ ബെസ്റ്റ് എന്ന് പറയാം. അമ്മാര് കിടില സാധനമാണ്. ഇതിനപ്പുറത്തേക്ക് വേറെ അങ്ങനത്തെ ആ ഒരു കാസ്റ്റ് അല്ലാതെ വേറെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്ര ഗംഭീരമായിട്ടുള്ള കാസ്റ്റിങ്ങും കിടിലം മേക്കിങ്ങും കുറേ കിടിലും മ്യൂസിക്കും ഉണ്ട്. സിനിമയിലെ ഈച്ച് ആൻഡ് എവരി ലൈൻസ് കിടിലാണ്, ഈച്ച് ആൻഡ് എവരി സീൻസ് കിടിലാണ്. അതിൻ്റെ പ്ലേസ്മെൻറ്റ് എല്ലാം പക്കയാണ്. നമ്മൾ ഓരോ ലൈൻസ് വേണമെങ്കിൽ നമുക്ക് നമ്മളോട് ചോദിക്കുന്ന പോലെ നമുക്ക് തോന്നും. അത്ര കിടിലിനായിട്ട് ഇരുന്ന് എഴുതി ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ സിനിമ എങ്ങനെ പോയാലും നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആവും. നമ്മൾ കണ്ട വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്ത്യൻ മൂവിയായിട്ട് നമ്മുടെ മനസ്സിൽ പതിയുന്നൊരു ചിത്രമാണ് 12th ഫെയിൽ എന്ന ചിത്രം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മിസ്സാക്കാതെ കാണേണ്ട ഒരു മൂവി. പക്ഷേ എനിക്ക് ഈ സിനിമ ഇതിപ്പോൾ OTT ഇറങ്ങിയിട്ടുണ്ട്. OTT വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. തിയേറ്ററിൽ നിന്നൊക്കെ ഞാൻ മിസ്സാക്കി. കാരണം ഇവിടെ ലിമിറ്റഡ് റിലീസ് ഉണ്ടായിരുന്നു, വൈഡർ റിലീസൊന്നും കേരളത്തിലുണ്ടായിരുന്നില്ല. ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ OTT കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പല കൂറപ്പടങ്ങൾക്ക് ഇവർ തമിഴും മലയാളം തെലുങ്ക് കന്നഡ എന്ന് പറഞ്ഞിട്ട് പല ഭാഷകളിൽ ഇറക്കാറുണ്ട്. ഇത് ഹിന്ദിയിൽ മാത്രമേ ഇറക്കിയിട്ടുള്ളൂ വിത്ത് സബ് ടൈറ്റിൽ. അറ്റ്ലീസ്റ്റ് ഒരു ഡബ്ബെങ്കിലും ഉണ്ടെങ്കിൽ കാണാമായിരുന്നു എന്ന് പറഞ്ഞ് കുറേ പേര് ഇരിക്കുന്നുണ്ടാവും. സോ അവർക്കൊക്കെ ഇത് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഈ ഒരു ബാരിയർ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കാണാതിരിക്കുന്നുണ്ടാവും. സോ അറ്റ്ലീസ്റ്റ് ഇനിയെങ്കിലും Disney+ Hotstar ഇനി ടൈമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള കണ്ടൻറ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡബ്ഡ് വെർഷൻസ് ഇറക്കാം. ഞാനീ പറഞ്ഞ പോലെ പല കൂറപ്പടങ്ങൾക്ക് ഇറക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇതൊക്കെ ഇറക്കിയില്ല? ഇത് ഓൾ നേഷൻസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഫുള്ള് കാണേണ്ട ഇൻസ്പയറിംഗ് ആവുന്ന ഒരു കിടിലൻ ടെയിലാണ്. സോ സിനിമയിൽ വലിയ സസ്പെൻസോ ട്വിസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഒരു പ്രോപ്പർ ബയോപിക്കാണ്. അതിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളിൽ നടന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്കറിയാം. പക്ഷേ അതിൻ്റെ എക്സിക്യൂഷൻ, അതിൻ്റെ മേക്കിംഗ്, അതെങ്ങനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നതിലാണ്. സോ തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണും മനസ്സും നിറയുന്ന ഒരു കിടിലൻ പടമാണ്. ഞാൻ എല്ലാവർക്കും തന്നെ റെക്കമെൻഡ് ചെയ്യുന്നു. ഞാൻ റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഔട്ട് ഓഫ് 10 ഞാൻ 10 തന്നെ കൊടുക്കും. സോ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി. ഞാൻ ഈ റീസെൻ്റ്ലി കണ്ടതിൽ എനിക്ക് ഭയങ്കരധികം ഇഷ്ടമായ ഒരു ഇന്ത്യൻ മൂവിയാണ്. സോ തീർച്ചയായിട്ടും കാണണം. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. സോ ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.